ഫോറസ്റ്റ് ഓഫീസ് ആക്രമിച്ച കേസിൽ PV അൻവർ ഇന്നലെ അറസ്റ്റിലായിരുന്നു. അൻവറിന്റെ ജാമ്യാപേക്ഷ ഇന്ന് 10 മണിക്ക് അൻവർ ജാമ്യാപേക്ഷ നൽകുകയാണ്. 14 ദിവസത്തേക്ക് റിമാൻഡിലാണ്, ജയിലിലാണ് ഇപ്പോൾ PV അൻവർ ഉള്ളത്. നമുക്ക് വിശദാംശങ്ങൾ നൽകാൻ ശിവദാസ് കൻപന ഒപ്പം ചേരുന്നുണ്ട്. ശിവദാസ്, 10 മണിക്ക് ജാമ്യാപേക്ഷ നൽകും എന്നാണ് മനസ്സിലാക്കുന്നത്. കൃഷ്ണരാജ, ഇന്നലെ രാത്രിയാണ് PV അൻവറിന്റെ അറസ്റ്റ് ഉണ്ടായത്. ഒതായിയിലെ വീട്ടിൽ എത്തിയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇന്നലെ രാവിലെ ഏകദേശം 11 മണിയോടെ മലപ്പുറം നിലമ്പൂരിലെ നോർത്ത് DFO ഓഫീസ് ആക്രമിച്ച കേസിൽ അതിനു മുൻപ് പ്രതിഷേധ പ്രകടനം നടത്തി. പിന്നീട് ഈ ഓഫീസ് ആക്രമിച്ച ഈ കേസിലാണ് PV അൻവറിനെ അറസ്റ്റ് ചെയ്തത്. ഈ സംഭവത്തിൽ ഇന്നലെ രാത്രി അറസ്റ്റ് ചെയ്തു. അതിനുശേഷം തന്നെ നിരവധി സംഭവ വികാസങ്ങൾ ഉണ്ടായിരുന്നു. വൈദ്യപരിശോധനയ്ക്ക് കൊണ്ടുപോയി. അതിനുശേഷം അദ്ദേഹത്തെ പിന്നീട് തവനൂരിലെ സെൻട്രൽ ജയിലിലേക്കാണ് മാറ്റിയത്. ഏകദേശം 2:15ഓടെയാണ് PV അൻവറിനെ തവനൂർ സെൻട്രൽ ജയിലിലേക്ക് മാറ്റിയത്. ഇന്ന് ജാമ്യാപേക്ഷ നൽകും എന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഏകദേശം 10 മണിയോടെ ജാമ്യാപേക്ഷ നൽകും. പിന്നീട് 11 മണിക്ക് ശേഷമായിരിക്കും കോടതി നടപടികൾ ഉണ്ടാവുക. അതിനുശേഷമായിരിക്കും കോടതി ഇതുമായി ബന്ധപ്പെട്ടുള്ള ഈ ജാമ്യാപേക്ഷ പരിഗണിക്കുക. PV അൻവറിന് ജാമ്യം കിട്ടാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട്. കാരണം അത്തരത്തിൽ ഒരുപക്ഷെ അദ്ദേഹം ഈ നഷ്ടപരിഹാര തുക കെട്ടിവെക്കാനുള്ളൊരു സാധ്യത നിലനിൽക്കുന്നുണ്ട്. PV അൻവറിനോടൊപ്പം തന്നെ അദ്ദേഹത്തിന് 11 പേരെയാണ് പ്രതി ചേർക്കപ്പെട്ടിരിക്കുന്നത്. ഇതിൽ നിലവിൽ 4 പേരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. PV അൻവർ അടക്കം മൊത്തത്തിൽ 5 പേരെയാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. മറ്റുള്ള 4 പേര് മഞ്ചേരിയിലാണ് ഉള്ളത്, മഞ്ചേരി ജയിലിലാണ് ഉള്ളത്. ഇന്നലെ ഈ ഒരു സംഭവത്തിന്, കേസിനാസ്പദമായ ഈ സംഭവം ഉണ്ടായത് ഇന്നലെ രാവിലെ 11 മണിക്കാണ്. നിലമ്പൂർ മാഞ്ചേരി കോളനിയിലെ യുവാവിനെ കാട്ടാന ആക്രമിച്ച് യുവാവ് കൊല്ലപ്പെട്ടിരുന്നു. ഈ സംഭവത്തിൽ പ്രതിഷേധ പ്രകടനവുമായാണ് PV അൻവറും ഏകദേശം 40ഓളം പേരുള്ള സംഘവും DFO ഓഫീസിലേക്ക് പ്രതിഷേധ പ്രകടനവുമായി എത്തിയത്. പിന്നീട് അതിനുശേഷം ഇവിടെ എത്തി PV അൻവർ സംസാരിച്ചു. അതിനുശേഷമാണ് പ്രവർത്തകർ ഈ പൂട്ടിക്കിടന്ന ഓഫീസിൻ്റെ വാതിലുകൾ പൊളിച്ച് അതിൻ്റെ പൂട്ട് തകർത്ത് അതിനുള്ളിലേക്ക് കടന്നു പോവുകയും അതിനുള്ളിലുള്ള കസേരകൾ അടക്കം നശിപ്പിക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് എത്തിയത്. ഈ സംഭവത്തിലാണ് പോലീസ് ഇന്നലെ FIR കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അതിനുശേഷം പോലീസ് ഇതുമായി ബന്ധപ്പെട്ടുള്ള കൃത്യമായ പരിശോധനകൾ നടത്തി. ഈ മൊബൈലിൽ അടക്കം പോലീസ് ഈ ദൃശ്യങ്ങൾ ശേഖരിച്ചിരുന്നു. ആ ദൃശ്യങ്ങൾ പരിശോധിച്ചാണ് ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം ഇതുമായി ബന്ധപ്പെട്ടുള്ള നടപടികളിലേക്ക് പോലീസ് കടന്നത്. ഇനിയും കുറച്ചു പേരെ കൂടി അറസ്റ്റ് ചെയ്യാനുണ്ട്. നിലവിൽ 11 പേർക്കെതിരെയാണ് കേസെടുത്തിരിക്കുന്നത്. 40ഓളം പേരാണ് ഈ സമയത്ത് പ്രതിഷേധ പ്രകടനത്തിൽ ഉണ്ടായിരുന്നത്. ബാക്കിയുള്ളവരെ കൂടി അറസ്റ്റ് ചെയ്യാനുള്ള ഒരു നീക്കമാണ് പോലീസിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. നിലവിൽ ഇന്നലെ ഈ കേസിൽ 1-ാം പ്രതിയായിട്ടുള്ളത് PV അൻവർ തന്നെയാണ്. അൻവറിനെയാണ് 1-ാം പ്രതിയായി പോലീസ് പ്രതി ചേർക്കപ്പെട്ടിരിക്കുന്നത്. എന്തായാലും ഇപ്പോൾ നിലവിൽ PV അൻവർ തവനൂർ സെൻട്രൽ ജയിലിലാണ് ഉള്ളത്. അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നിരവധി കേസുകളിൽ PV അൻവർ പ്രതിയാണ് എന്നുള്ളതാണ്. ഇപ്പോൾ നിലവിൽ അറസ്റ്റിലായതുകൊണ്ട് തന്നെ ഇത്തരം കേസുകളുടെ കാര്യത്തിൽ എന്ത് നടപടികളാണ് പോലീസ് സ്വീകരിക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. ഒരുപക്ഷെ PV അൻവറിന് എതിരെയുള്ള മുൻകാലങ്ങളിൽ ഉള്ള ആ കേസുകളിൽ അടക്കം പോലീസ് നടപടികൾ സ്വീകരിക്കാനുള്ള ഒരു സാധ്യത കൂടി നിലനിൽക്കുന്നുണ്ട്. കാരണം നിരവധി ഗൗരവമായ കുറ്റകൃത്യങ്ങൾ ചെയ്ത ഒരു കേസ് കൂടിയാണ് PV അൻവറിനെതിരെ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ആ കേസുകളിൽ സ്വാഭാവികമായും പോലീസിൻ്റെ ഭാഗത്തു നിന്നും നടപടികൾ ഉണ്ടാകാനുള്ളൊരു സാധ്യത നിലനിൽക്കുന്നുണ്ട്. പക്ഷേ നിലവിൽ ഇപ്പോൾ ഉള്ള ഈ കേസിൽ ജാമ്യാപേക്ഷ ഇന്ന് എന്തായാലും PV അൻവർ നൽകും. നമുക്കറിയാം, PV അൻവർ കഴിഞ്ഞ ഒരു യാത്ര നടത്തുകയായിരുന്നു, വനസംരക്ഷണ യാത്ര നടത്തുകയായിരുന്നു. മലയോര മേഖലയിലുള്ള ജനങ്ങളെ ബുദ്ധിമുട്ടാക്കുന്ന നടപടികളാണ് സർക്കാർ സ്വീകരിക്കുന്നത്. ഇതിനെതിരെ ഉള്ള ഒരു യാത്ര കഴിഞ്ഞ 3 ദിവസമായി PV അൻവർ നടത്തുകയായിരുന്നു. അതിൻ്റെ സമാപന ദിവസമാണ് ഇന്നലെ. ഈ സമയത്താണ് ഇത്തരത്തിൽ ഒരു കാട്ടാനാക്രമണത്തിൽ ഒരു യുവാവ് നിലമ്പൂരിൽ തന്നെ കൊല്ലപ്പെടുന്നത്. പിന്നീട് ആ യാത്ര മാറ്റിവെക്കുകയും ഈ വിഷയത്തിൽ PV അൻവർ ഇടപെടുകയും ചെയ്തിരുന്നു. അങ്ങനെ ഇടപെട്ട് DFO ഓഫീസിന് മുൻപിൽ പ്രതിഷേധ പ്രകടനം നടത്തുമ്പോഴാണ് ഈ ഓഫീസ് ആക്രമിച്ചതും സംഭവത്തിൽ കേസെടുത്തതും. കൃഷ്ണരാജ്, ശിവദാസ് കൻപനമാണ് വിവരങ്ങൾ നൽകി. അരുൺ ആലത്തൂർ കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. അരുണ്, ഒരു വെല്ലുവിളി ഉയർത്തിക്കൊണ്ടാണ് PV അൻവർ ജയിലിലേക്ക് പോയത്. പുറത്തിറങ്ങുമെങ്കിൽ കാണിച്ചു തരാം എന്ന് കൃത്യമായി പറയുന്നുണ്ട് PV അൻവർ. അതായത് അൻവർ പിണറായി പോരാട്ടം തുടങ്ങിയിട്ട് കുറച്ചു കാലമേ ആയിട്ടുള്ളൂ. അൻവർ എപ്പോഴും പിണറായി വിജയന് വേണ്ടി നവമാധ്യമങ്ങളിലൂടെ ശക്തമായി പ്രതികരിച്ചിരുന്ന ഒരാളാണ്. പക്ഷേ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ വലിയ ശത്രുവായി മാറുന്നു. ആ ഒരു ശത്രുത തന്നെയാണ് ഒരുപക്ഷെ വീട് വളഞ്ഞിട്ട് അറസ്റ്റ് ചെയ്യുന്നതിലേക്ക് പോലും പോയത്. ഏതായാലും അൻവർ വെല്ലുവിളിച്ച് ജയിലിനുള്ളിലേക്ക് പോയി. ഇനി മലപ്പുറത്തെ രാഷ്ട്രീയത്തിൽ CPM അൻവറും തമ്മിലുള്ള പോരാട്ടത്തിൽ വരാനിരിക്കുന്നത് എന്ത്?
കൃഷ്ണരാജ്, തീർച്ചയായും മലപ്പുറത്തെ സംബന്ധിച്ചിടത്തോളം ഈ CPM-ഉം അതുപോലെ തന്നെ അൻവറും തമ്മിലുള്ള പോരാട്ടം അത് കൂടുതൽ കടുക്കും ഈ ഒരു അറസ്റ്റോടു കൂടി എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. കാരണം നമുക്കറിയാം ഈ അൻവറിൻ്റെ CPM-ഉമായി ഇടയുന്നു, അതിനുശേഷം മുന്നണിയിൽ നിന്നും പോകുന്നു, സ്വതന്ത്രനായിട്ട് തുടരുന്നു, DMK എന്ന പാർട്ടി രൂപീകരിക്കുന്നു. പക്ഷേ അതിനൊക്കെ ശേഷം ഈ DMK എന്ന പാർട്ടി രൂപീകരിച്ചെങ്കിൽ പോലും പലപ്പോഴും കൃത്യമായ ആളുകളെയോ മറ്റോ ഒന്നും അവർക്ക് സംഘടിപ്പിക്കാൻ കഴിയാതെ കൂലിക്ക് പോലും ആളുകളെയൊക്കെ ഇറക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോയിരുന്നു. അപ്രസക്തമായി കേരള രാഷ്ട്രീയത്തിൽ അൻവർ മാറുകയും അൻവറിൻ്റെ പ്രതിച്ഛായ മങ്ങുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ആ സാഹചര്യത്തിലാണ് ഇപ്പോൾ അൻവറിനെ ഈ പിണറായി പോലീസ് കഴിഞ്ഞ ദിവസം ഒരു 7:30 ഞാൻ നിൽക്കുന്ന അൻവറിൻ്റെ ഈ വീട്ടിലേക്ക് എത്തുകയും തുടർന്ന് അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്തത്. തുടർന്ന് വീട് വളഞ്ഞുകൊണ്ട് അറസ്റ്റ് രേഖപ്പെടുത്തുകയായിരുന്നു എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഈ വനം വകുപ്പിൻ്റെ ഓഫീസ് ആക്രമിച്ചതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കേസിലാണ് ഇത്തരത്തിലുള്ളൊരു അറസ്റ്റ് ഉണ്ടാകുന്നത്. ഒരു വനവാസിയായിട്ടുള്ള വ്യക്തി കാട്ടാന ആക്രമണത്തിൽ മരിക്കുന്നു. അതിനെ തുടർന്ന് നടത്തിയ ഒരു പ്രതിഷേധമാണ്. ആ പ്രതിഷേധത്തിനെ ചൊല്ലിയാണ്, ആ പ്രതിഷേധത്തിന് വനം വകുപ്പിൻ്റെ ഓഫീസ് നശിപ്പിച്ചു എന്നത് സംബന്ധിച്ചാണ് ഇത്തരമൊരു അറസ്റ്റ് നടപടികളിലേക്ക് കടന്നിരിക്കുന്നു എന്നുള്ളതാണ്. അത് ഏതായാലും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ രാഷ്ട്രീയമായിട്ടൊരു മങ്ങൽ ഉള്ള അൻവറിന് ഒരു വീരപരിവേഷം നൽകുന്നതിലേക്ക് കാര്യങ്ങൾ എത്തിച്ചിട്ടുണ്ട് എന്നുള്ളൊരു വിമർശനം പൊതുവെ ഉയരുന്നുണ്ട്. CPM-നകത്ത് തന്നെ അത്തരത്തിലുള്ളൊരു വിമർശനം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിലവിലേതായാലും DMK അല്ലെങ്കിൽ അൻവറും അൻവറിൻ്റെ കൂടെയുള്ള ആളുകളും ഇതിനെ രാഷ്ട്രീയമായിട്ടും മറ്റുമൊക്കെ ഉപയോഗിക്കാനുള്ള ശ്രമങ്ങൾ കൃത്യമായിട്ട് തന്നെ നടത്തുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം ഈ വന നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ അൻവർ വലിയ പ്രതിഷേധ പ്രക്ഷോഭ പരിപാടികളൊക്കെ പ്ലാൻ ചെയ്തിരുന്നു. ആ സമയത്ത് അതിലേക്ക് ഈ UDF-ൻ്റെ പിന്തുണ ആദ്യഘട്ടത്തിൽ ചോദിച്ചിരുന്നു. അതുപോലെ തന്നെ ലീഗിൻ്റെ ടി മുഹമ്മദ് ബഷീർ ഉൾപ്പെടെയുള്ള ആളുകളെയൊക്കെ അതിലേക്ക് ക്ഷണിച്ചിരുന്നു. ആദ്യഘട്ടത്തിൽ ഈ അൻവറുമായി സഹകരിക്കാൻ തയ്യാറാണെന്നൊക്കെ അവരൊക്കെ പറഞ്ഞെങ്കിലും പിന്നീട് അവസാനം അവർ പിന്മാറുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അതായത് UDF പോലും കൃത്യമായിട്ട് അൻവറിനെ പിന്തുണയ്ക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. പക്ഷെ നമുക്കറിയാം ഈ അറസ്റ്റോടുകൂടെ തന്നെ KPCC അധ്യക്ഷനാണെങ്കിലും അതല്ലെങ്കിൽ രമേശ് ചെന്നിത്തല, തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ തുടങ്ങിയ ആളുകളൊക്കെ അൻവറിൻ്റെ അറസ്റ്റുമായി ബന്ധപ്പെട്ട് അതിൽ പ്രതികരിക്കുന്നു എന്നുള്ളതാണ്. അത് ഏതായാലും അൻവറിന് ഈ UDF-ൻ്റെ ഒരു പിന്തുണ നേരത്തെ ഏത് വിഷയത്തിലാണ്, അതായത് വനം വകുപ്പുമായി ബന്ധപ്പെട്ട് വന നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ട് നടത്താനിരുന്ന ആ പ്രതിഷേധ പരിപാടികൾക്ക് അൻവറുമായി സഹകരിക്കാതിരുന്ന അതേ UDF-ൻ്റെ ഭാഗത്തു നിന്ന്, അതേ കോൺഗ്രസ് നേതാക്കളുടെ ഭാഗത്തു നിന്നൊക്കെ തന്നെ ഒരു പിന്തുണ അൻവറിന് ലഭിക്കുന്ന ഒരു അൻവർ ജാമ്യാപേക്ഷ സമർപ്പിക്കും. നിലമ്പൂർ കോടതിയിലാണ് അൻവർ ജാമ്യാപേക്ഷ സമർപ്പിക്കുന്നത്. ഇനി വരുന്ന മണിക്കൂറുകളിലും കൂടുതൽ അപ്ഡേറ്റുകളുമായി തുടരുക. വകുപ്പ് പ്രകാരമാണ് കേസെടുത്തിരിക്കുന്നത് എന്ന് ഓർക്കണം. അപ്പോൾ കോടതി എന്തു പറയും എന്നത് ശ്രദ്ധേയമാണ്. ശരി, അതെല്ലാം നമുക്ക് വരും മണിക്കൂറുകളിൽ അറിയാം. ശിവദാസ്, അരുൺ, നിങ്ങൾ രണ്ടുപേരും കൂടുതൽ അപ്ഡേറ്റുകളുമായി വരും മണിക്കൂറുകളിലും നമ്മോടൊപ്പം തന്നെ ചേരുക.